Hello everyone, welcome to Xylem. ഇന്ന് നമുക്ക് ഡയറക്ഷൻസിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം, അതും പെൻ യൂസ് ചെയ്യാതെ. സോ റെഡി അല്ലേ? അതിനു മുമ്പ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന RPF ബാച്ച് സൈലം May 15 സ്റ്റാർട്ട് ചെയ്യാണ്. സോ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇന്ത്യൻ റെയിൽവേയിൽ ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന എല്ലാവരും ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. സോ നിങ്ങൾക്ക് കോഴ്സ് ഫീച്ചേഴ്സ് കാണാം, ഹൈ ക്വാളിറ്റി കോണ്ടന്റും അതുപോലെ തന്നെ എക്സ്പേർട്ട് ഗൈഡൻസും സൈലം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Okay, right. So a person is going towards north. After walking 100 meter, he turns to his right and walks 50 meter. Again, he turns to his right and walks 100 meter. Finally, he turns to his left and walks 20 meter. Now, in which direction is he moving or facing? So, ഇതാണ് question. അപ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യുക? ഡയഗ്രാം വരയ്ക്കും. പക്ഷേ ഇവിടെ ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കണോ അല്ലെങ്കിൽ വേണ്ടതെന്ന് തീരുമാനിക്കുക? സോ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താ ചോദിച്ചത്? ഫൈനലി വാട്ട്, ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്? നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി മൂവിങ് ഓർ ഫേസിങ്? അതായത് ഫൈനൽ ഡയറക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയാം. അതായത് നമുക്കറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 4 മെയിൻ ഡയറക്ഷൻസ് ഉണ്ട്, കാർഡിനൽ ഡയറക്ഷൻസ് ഉണ്ട്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഇനി ഒരാൾ നോർത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിക്കുക. എന്നിട്ട് ഒരു റൈറ്റ് ടേൺ എടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളി ഈസ്റ്റിലെത്തും. എഗെയിൻ ഒരു റൈറ്റ് ടേൺ എടുത്താൽ സൗത്തിലെത്തും. എഗെയിൻ റൈറ്റ് ടേൺ എടുത്താൽ വെസ്റ്റിലെത്തും. അവിടെ നിന്ന് റൈറ്റ് എടുത്താൽ നോർത്ത് എത്തും. അതായത് ഏതൊരു ഡയറക്ഷനിലാണോ ഫേസ് ചെയ്യുന്നത് അവിടെ നിന്ന് 4 റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താവും? സെയിം ഡയറക്ഷൻ അല്ലേ? നോ ചേഞ്ച്. ആദ്യം ഏതാണോ ഡയറക്ഷൻ അത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ലെഫ്റ്റ് എടുത്താലും. സോ ഒരാൾ നോർത്തിൽ ഫേസ് ചെയ്യുക, ഒരു ലെഫ്റ്റ് എടുത്തു, രണ്ടാമത്തെ ലെഫ്റ്റ് എടുത്തു, മൂന്നാമത്തെ ലെഫ്റ്റ് എടുത്തു, നാലാമത്തെ ലെഫ്റ്റ് എടുത്തപ്പോൾ എന്തായി? ഇനീഷ്യൽ ഡയറക്ഷൻ ആയി. അതായത് 4 ലെഫ്റ്റ് വന്നാലും നമുക്ക് എന്ത് പറയാം? നോ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഇനി അഗെയിൻ ഒരാൾ നോർത്തിലോട്ട് ഫേസ് ചെയ്യാണ്. അവിടെ നിന്ന് ഒരു റൈറ്റ് എടുത്തു, ദെൻ വാട്ട്, ഒരു ലെഫ്റ്റും എടുത്തു. അപ്പോൾ റൈറ്റ് എടുത്തപ്പോൾ ഈസ്റ്റിലെത്തി, ലെഫ്റ്റ് എടുത്തപ്പോൾ എവിടെ എത്തി? എഗെയിൻ നോർത്തിൽ തന്നെ എത്തി. അതായത് ഒരു റൈറ്റും ഒരു ലെഫ്റ്റും വന്നാലും എന്ത് തന്നെയാണ്? നോ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ. സോ ഈ ഒരു ഐഡിയയും കൂടി ഉണ്ടെങ്കിൽ നമുക്കിനി ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മൊത്തം വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇനീഷ്യൽ ഡയറക്ഷൻ എന്താണ്? സോ ഇവിടെ ഇനീഷ്യൽ ഡയറക്ഷൻ നോർത്ത് ആണ്. സോ ആഫ്റ്റർ വാക്കിംഗ് 100 meter, he turns to his right and walks 50 meter. Again, he turns to his right and walks 100 meter. Finally, he turns to his left and walks 20 meter. Now, in which direction is he moving or facing? Right? അപ്പോൾ ഇനീഷ്യൽ ഡയറക്ഷൻ നമുക്ക് നോർത്ത് കിട്ടി. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? എത്ര ടേൺസ് ഉണ്ട്, എത്ര റൈറ്റ് ഉണ്ട്, എത്ര ലെഫ്റ്റ് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. സോ നോക്കിയേ, ഒരു റൈറ്റ്, ഒരു ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി റൈറ്റ്, റൈറ്റ്, ലെഫ്റ്റ്. അപ്പം റൈറ്റും ലെഫ്റ്റും കൂടെ ക്യാൻസൽ ചെയ്ത് പോകുന്നറിയാം, നോ ചേഞ്ച് ആണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? നോർത്തിൽ ഫേസ് ചെയ്യുന്ന ഒരാൾ ഒരു റൈറ്റ് എടുത്താൽ എന്താവും? ഈസ്റ്റ് ആവും. സോ ദ ആൻസർ ഈസ് വാട്ട്? യെസ്, ഈസ്റ്റ്. പെൻ എടുക്കണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം പെൻ യൂസ് ചെയ്തേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. റൈറ്റ്? യെസ്. ഓക്കെ. സോ എ പേഴ്സൺ ഈസ് ഗോയിങ് ടുവേർഡ്സ് സൗത്ത്. അതിന് മുമ്പ് നമുക്ക് നോക്കണം ഇത് വാട്ട് ഡയഗ്രാം വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻ ആണോ? സോ ഇവിടെ എന്താ ഉള്ളത്? നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി മൂവിങ് ഓർ ഫേസിങ്? അതായത് ഫൈനൽ ഡയറക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് വേണ്ട? പെന്ന് വേണ്ട. ഓക്കെ. അപ്പോൾ ഇനീഷ്യൽ ഡയറക്ഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇവിടെ സൗത്ത് ആണ്. എന്നിട്ട് എത്ര റൈറ്റ് ഉണ്ട്, എത്ര ലെഫ്റ്റ് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. സോ നോക്കിയേ, 1, 2, 2 റൈറ്റും 1, 2, 2 ലെഫ്റ്റും. സോ ഒരു റൈറ്റും ഒരു ലെഫ്റ്റും ക്യാൻസൽ ആവും. അപ്പം 2 റൈറ്റും 2 ലെഫ്റ്റും ക്യാൻസൽ ആവും. അപ്പം നോ ചേഞ്ച് ആ. ദാറ്റ് മീൻസ് വാട്ട്? എന്താണോ ഇനീഷ്യൽ ഡയറക്ഷൻ സൗത്ത്, അത് തന്നെ ആയിരിക്കും ഫൈനൽ ഡയറക്ഷൻ. സോ ദ ആൻസർ ഈസ് വാട്ട്? സൗത്ത്. വെരി സിമ്പിൾ തിങ്. സോ ഇത്ര പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇനീഷ്യൽ ഡയറക്ഷൻ എന്താണ്, അതുപോലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫൈനൽ ഡയറക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഫൈനൽ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ ആണെങ്കിൽ നമ്മൾ ഡയഗ്രാം വരയ്ക്കും. അല്ലാതെ ഫൈനൽ ഡയറക്ഷൻ ഇപ്പോൾ ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഡയഗ്രാം വേണ്ട. എത്ര ടേൺ ഉണ്ടെന്ന് മാത്രം നോക്കുക. അവരെ വാട്ട്, 2 റൈറ്റ് ആണെങ്കിൽ എന്താ, 2 ലെഫ്റ്റ് ആണെങ്കിൽ എന്താ, 4 റൈറ്റ് ആണെങ്കിൽ എന്താ, 4 ലെഫ്റ്റ് ആണെങ്കിൽ എന്താ, എല്ലാം നമുക്കറിയാം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. സിമ്പിൾ അല്ലേ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. യെസ്. എ പേഴ്സൺ ഈസ് ഗോയിങ് ടുവേർഡ്സ് സൗത്ത്. ആഫ്റ്റർ വാക്കിംഗ് 10 meter, he turns to his right and walks 5 meter. Again, he turns to his right and walks 10 meter. Finally, he turns to his left and walks 7 meter. Now, in which direction is he moving or facing? അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക ആൻഡ് നിങ്ങളുടെ ആൻസേഴ്സ് കമൻറ്റിൽ ഇടുക. ഓക്കെ അല്ലേ? സോ യെസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്. താങ്ക് യു സോ മച്ച്. ബൈ.